ഉഷ്ണക്കാറ്റും ഉരുക്കിക്കളയുന്ന ചൂടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ. അതിനെ നേരിടാൻ കാബൂളിലെ ടാക്സി ഡ്രൈവർമാർ കണ്ടെത്തിയ മാർഗം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഒരു കൗതുക വാർത്തയാണ്. പക്ഷേ അഫ്ഗാനിലെ യാത്രക്കാർക്ക് അത് ആശ്വാസകരവുമാണ്. ആ കാഴ്ച എന്തെന്ന് കണ്ടു നോക്കാം. സാമ്പത്തികമായി ഒട്ടും മെച്ചപ്പെട്ട സ്ഥിതിയിലല്ലാത്ത രാജ്യം. കാലാവസ്ഥയോ നല്ലൊരു പങ്കും അസഹനീയമായ ചൂടും വരൾച്ചയും. ടാക്സി കാറുകളിലെ AC-ക്ക് താങ്ങാവുന്നതിലും വലിയ ചൂടാണ് അഫ്ഗാനിൽ. ചൂട് കാറ്റ് വീശുന്നതിനാൽ യാത്രക്കാർ അസ്വസ്ഥരാകും. 40 ഡിഗ്രിക്ക് മുകളിൽ ചൂടാണ് 3 മാസത്തോളം കാബൂൾ അടക്കമുള്ള മേഖലകളിൽ. അതിനാൽ കാറിലെ ചെറിയ AC എന്നത് വർക്കാവുന്ന പരിപാടിയല്ല ഇവിടെ. അപ്പോൾ പിന്നെ ചൂട് കാറ്റിനെ നേരിടാൻ ഈ നാടൻ വഴി മാത്രമാണ് രക്ഷ. ചൂടുകാറ്റുള്ളിലേക്ക് ശക്തിയായി അടിക്കുമ്പോൾ അതിനെ കൂളാക്കി മാറ്റുക. നാടൻ കൂളർ ടാക്സിക്ക് മുകളിൽ കെട്ടിവെച്ചാണിപ്പോൾ കാബൂളിലെ പല ഡ്രൈവർമാരുടെയും സഞ്ചാരം. ചെറിയൊരു ആശ്വാസം ഇതിനുണ്ടെന്ന് ഡ്രൈവർമാർ പറയുന്നു. കസ്റ്റമൈസ് ചെയ്ത കൂളറുകൾ പല ടാക്സിക്കാരും ആശ്രയിക്കുന്നുണ്ട്. ചൂട് കനത്താൽ AC വർക്ക് ചെയ്യില്ല. കേടായാൽ നന്നാക്കാൻ പണവുമില്ല. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. ചെലവും കുറവാണിതിന്. കാബൂളിലെ ഡ്രൈവറായ ഗുൽ മുഹമ്മദ് പറയുന്നു. 3500 രൂപയാണ് നാടൻ കൂളർ ഫിക്സ് ചെയ്യാനുള്ള ചെലവ്. AC-യേക്കാൾ നല്ലതാണിതെന്നാണ് കാബൂളിലെ ഡ്രൈവർമാരുടെ അനുഭവം. ചൂട് സഹിക്കാനാകാത്ത മരുന്നുകൾ വരെ മേടിക്കേണ്ട അവസ്ഥയിലാണെന്നും ഈ സമയം കടന്നുപോകുക ദുഷ്കരമാണെന്നും കാബൂൾ സ്വദേശിയും 19-കാരനുമായ നസ്രുള്ളയും പറയുന്നു. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ അത്യുഷ്ണവും തീ പോലത്തെ കാറ്റുമാണ് അഫ്ഗാനിൽ. കൊടും വരൾച്ചയുടെ പിടിയിലെന്നും ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്നും UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറഞ്ഞത് കഴിഞ്ഞയാഴ്ചയാണ്. താലിബാൻ അധികാരം പിടിച്ച 2021 മുതൽ UN കാലാവസ്ഥാ ഉടമ്പടികളിൽ നിന്ന് അഫ്ഗാൻ പിന്മാറിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.